ഹായ്, നമസ്കാരം. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇൻട്രൊഡക്ഷൻ വീഡിയോ കൂടാണ്ട് ഞാൻ ഈ ചാനലിലിടുന്ന ആദ്യത്തെ ഒരു കണ്ടൻറ്റ് വീഡിയോ ആണ് കേട്ടോ ഇത്. അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് ഞാൻ എന്നെയും ഈ ചാനലിനെയും ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് പ്രവീണ. ഞാൻ ആദ്യമായിട്ട് തുടങ്ങിയ ഒരു ചാനലാണിത്. റൈറ്റ് ടു മൈ യാർഡ് എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. ഈ ചാനലിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് പ്രധാനമായിട്ടും 3 വിഷയങ്ങളാണ്. ഒന്ന് ഗാർഡനിങ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും, പിന്നെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ്, പിന്നെ ലൈഫ് സ്റ്റൈല്. അപ്പോൾ ഈ 3 കാറ്റഗറിയിലായിരിക്കും നമ്മൾ വീഡിയോസ് ഇടുന്നത്. ആഴ്ചയിൽ 2-3 വീഡിയോ ഇടണം എന്നാണ് ഞാനിപ്പോൾ വിചാരിക്കുന്നത്. തുടക്കമായതുകൊണ്ട് അതിൻ്റെതായ ചില തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും, എന്നാലും നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നല്ല മനോഹരമായിട്ടുള്ള ഒരു ഓർണമെൻ്റൽ പ്ലാന്റ് ആണ്, റിയോ പ്ലാന്റ്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമ്മുടെ പൂന്തോട്ടത്തെ മനോഹരമാക്കാൻ പറ്റിയൊരു ചെടിയാണ് റിയോ പ്ലാന്റ്. ഹാങ്ങിങ് ആയിട്ടും ഗ്രൗണ്ട് കവറായിട്ടും വെർട്ടിക്കൽ ഗാർഡനിൽ സെറ്റ് ചെയ്യാനും എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഈ ചെടിയെ ഉപയോഗിക്കാം. വളരെ പെട്ടെന്ന് പിടിച്ച് കിട്ടുന്ന ഒരു ഇനമാണ് കേട്ടോ ഇത്. പ്രധാനമായിട്ടും 2 തരം ചെടികളാണ് ഇതിൽ കണ്ടുവന്നിട്ടുള്ളത്. ഒന്നത് ഇപ്പോൾ ഈ പിക്ചറിൽ കാണുന്ന മാതിരി ഗ്രീനും ഒരു ലൈറ്റ് പർപ്പിളും വൈറ്റും ഒക്കെ ഒരു കോമ്പിനേഷൻ ടോപ്പ് പോർഷനിലും അടിയിൽ പർപ്പിൾ കളർ വരുന്നതും ആയിട്ടുള്ള ഇലകൾ. ഇതൊരു പ്രത്യേക ഭംഗിയാണ്. ഇത് ഇച്ചിരി ബുദ്ധിമുട്ടാണ് പിടിച്ച് കിട്ടാനെന്ന് പലരും പറയുന്നുണ്ട്. അത് ശരിയാണ്. മറ്റേ പ്ലാന്റിനെ അപേക്ഷിച്ച് ഇത് ഇത്തിരി ബുദ്ധിമുട്ടാണ്. എനിക്ക് ആദ്യം ഇത് പിടിച്ച് കിട്ടിയിരുന്നില്ല, പിന്നെ പിടിച്ച് കിട്ടി. 2ാമത്തെ പ്രാവശ്യം ചെയ്തപ്പം കിട്ടി. പിന്നെ അതിൽ നിന്ന് നമുക്ക് വേഗം ധാരാളം അടുത്ത തൈകൾ വന്നു. 2ാമത്തെ ഇനാണ് സാധാരണ കണ്ടുവരുന്ന ഇപ്പം ഈ കാണുന്നത്. പച്ച മുകൾ ഭാഗത്തും അടിഭാഗത്ത് പർപ്പിൾ കളർ വരുന്നതും. ഇത് കണ്ടോ, ഇതെൻ്റെ മതിലിൻ്റെ മുകളിൽ നിന്നിട്ടുള്ള ചട്ടിയിലുണ്ടായിരുന്നത് ഒരു ചെടിയാണിത്. ഇത് ഒത്തിരി നിറഞ്ഞ് കവിഞ്ഞു, ചട്ടി അങ്ങ് നിറഞ്ഞ് കവിഞ്ഞു എന്ന് തന്നെ പറയാം. അപ്പോൾ ഞാനതങ്ങ് എടുത്ത് ഇനി റീപ്പോർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൽ നിന്ന് എടുത്തത് ഞാനിവിടെ ഒരു ഒഴിഞ്ഞു കിടന്ന സ്ഥലം ഉണ്ടായിരുന്നു, അതിൽ നമ്മളിങ്ങനെ ഓരോന്നായിട്ട് റൗണ്ടിൽ ഇങ്ങനെ കുത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് വളർന്നു വരുമ്പം നല്ല ഭംഗിയായിട്ട് നിന്നോളും. ഇനി നമ്മൾക്ക് ഇതിലെന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, ഈ ചെടികൾക്ക് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ള കാര്യങ്ങൾ നോക്കാം. പ്രധാനമായിട്ടും നമ്മൾ ഇതിൻ്റെ നന വളരെയധികം ശ്രദ്ധിക്കണം. വെള്ളം കൊടുക്കുന്ന രീതി, ഇതിന് വെള്ളം വാർന്നു പോകുന്ന രീതിയിലുള്ള ഒരു പോട്ടി മിക്സാണ് നമ്മൾ തയ്യാറാക്കേണ്ടത്. വെള്ളം നന്നായിട്ട് വാർന്നു പോകണം, വെള്ളം കെട്ടി നിൽക്കാനേ പാടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡെയിലി ഇത് നനച്ചു കൊടുക്കണമെന്ന് ഒരു നിർബന്ധമില്ല. ചട്ടി നോക്കുമ്പം ഡ്രൈ ആയിട്ടിരിക്കുന്നു തോന്നുമ്പോൾ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ ഇത് ചീഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതാണ് മിക്കവർക്കും ഈ പ്ലാന്റ് മേടിച്ചാലും അങ്ങനെ അധികം വാഴാത്തതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമ്മളത് ശ്രദ്ധിക്കണം. അപ്പോൾ പോട്ടി മിക്സ് തയ്യാറാക്കുമ്പം മണൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് ഈസി ആയിട്ട് വെള്ളം വാർന്നു പോകും. പിന്നെ 2ാമത്തെ കാര്യം എന്ന് പറയുന്നത് എൻ്റെ സൂര്യപ്രകാശത്തിൻ്റെയാണ്. ഒരു ഷെയ്ഡ് ലവിങ് പ്ലാന്റ് ആണെങ്കിലും ഇതിന് അത്യാവശ്യം സൂര്യപ്രകാശം കിട്ടിയാലാണ് ഇത് നന്നായിട്ട് ഇലകൾക്കൊക്കെ നല്ലൊരു നിറം നന്നായിട്ട് കിട്ടുള്ളൂ. അപ്പം എൻ്റെ കയ്യിലിരിക്കുന്നത് ഈ ചെടികളെല്ലാം തന്നെ അത്യാവശ്യം സൂര്യപ്രകാശം കിട്ടുന്ന ഒരു ഭാഗത്ത് തന്നെയാണ് കേട്ടോ. അല്ല, വെളിച്ചം കുറയണതിനനുസരിച്ച് നമുക്കതിൻ്റെ നിറം വ്യത്യാസം അറിയാൻ പറ്റും. അപ്പം അങ്ങനെയുള്ളൊരു സ്ഥലം നോക്കി നിങ്ങൾ ഇത് അവയെ നട്ടു കൊടുക്കുക. ഇത് കണ്ടോ, ഇത് ഞാൻ ഒരു കുപ്പി മുറിച്ചിട്ട് 2ആക്കിയിട്ട് അതിൻ്റെ 2 ഭാഗവും മുകൾ ഭാഗം അടിഭാഗത്തും ഞാൻ നട്ടു കൊടുത്തിട്ട് നന്നായിട്ട് വളർന്നിട്ടുണ്ട്. അപ്പോൾ എത്ര ചെറിയൊരു പോട്ടാണെങ്കിലും അതിൻ്റെ ഉള്ളിൽ നന്നായിട്ട് അവർ വളരും. വീണ്ടും മുള പൊട്ടി ധാരാളം ചെനപ്പുകൾ അതിൽ തന്നെ ഉണ്ടാവുകയും ചെയ്യും. ഇത് പിടിച്ച് കിട്ടിയാൽ നമുക്ക് വളരെ എളുപ്പം ധാരാളം ചെടികൾ ഒന്നിൽ നിന്ന് തന്നെ ഉണ്ടാക്കാം. പിന്നെ ഇതിന് ഫെർട്ടിലൈസേഴ്സായിട്ട് ഞാൻ അത്രയധികമൊന്നും അങ്ങനെ ചെയ്യാറില്ല. ചാണകപ്പൊടിയൊക്കെ തന്നെയാണ് ഇട്ട് കൊടുക്കാറ്. 2-3 മാസമൊക്കെ കൂടുമ്പോൾ ചാണകപ്പൊടി ഇട്ട് കൊടുക്കും. അപ്പം നമുക്കിതിൻ്റെ പോട്ടി മിക്സ് എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം. അപ്പോൾ ഇതിൽ മണൽ, ചാണകപ്പൊടി, ഇത്രയും ഐറ്റംസാണ് നമ്മളിതിൽ എടുക്കുന്നത്. ഇത് ഒരു 50% മണ്ണും
25% മണൽ, 25% ചാണകപ്പൊടി എന്നുള്ള രീതിയിൽ നമ്മൾ മിക്സ് ചെയ്തിട്ട് കല്ലും കട്ടയൊക്കെ മാറ്റി എടുത്തിട്ട് നമ്മൾക്ക് ചട്ടിയിൽ നിറച്ച് കൊടുക്കാം. ആദ്യം ചട്ടിയുടെ വെള്ളം പോകാനുള്ള ദ്വാരം അവിടെ നമുക്ക് കല്ലുകൾ ഇട്ട്, കല്ലോ ഓടും കഷ്ണോ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് ഈ പോട്ടി മിക്സ് നമുക്ക് നിറച്ച് കൊടുക്കാം. നന്നായിട്ട് നിറച്ച് കൊടുത്തതിന് ശേഷം നമ്മൾക്ക് ഏത് ചെടിയാണ് നടേണ്ടത്, ഇതിൽ ആവശ്യമായിട്ടുള്ള അതിൻ്റെ ചെനപ്പ് അടർത്തിയെടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് കുത്തി കൊടുക്കാം. ഇപ്പം ഞാൻ ട്രൈ കളർ എന്ന് പറയും, നമ്മൾ ആ 3 കളർ ഏറ്റവും ഭംഗിയുള്ളത് പറഞ്ഞില്ലേ, അതിനെ ട്രൈ കളർ, റിയോ ട്രൈ കളർ എന്ന് പറയാം. അതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനത് ഈ ചട്ടിയിലേക്ക്, ഇപ്പം പോട്ടി മിക്സ് നിറച്ച ചട്ടിയിലേക്ക് കുത്തി കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതിലൊരു സ്പേസ് ഉണ്ടാക്കിയിട്ട് അത് വെച്ച് കൊടുക്കുക. നന്നായിട്ട് മണ്ണൊക്കെ ഇട്ട് വീണ്ടും അത് ചട്ടി സെറ്റ് ചെയ്യുക. ഇത് അങ്ങനെ നമ്മൾ പുതിയൊരു ചട്ടിയിലേക്ക് മാറ്റിയതിന് ശേഷം ഉടനെ തന്നെ വെയിലത്തൊന്നും വയ്ക്കരുത്. ആദ്യം ഒരു 3-4 ദിവസം നമ്മൾ തണൽ നോക്കിയിട്ട് തണലത്ത് വയ്ക്കുക. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ലേശം വെള്ളം കൈകൊണ്ട് തളിച്ചു കൊടുക്കുക. അങ്ങനെ അതങ്ങനെ ഒരു 3-4 ദിവസമൊക്കെ അവിടെ ഇരുന്ന് കഴിയുമ്പം പെട്ടെന്ന് തന്നെ വേര് പിടിച്ച് കിട്ടും കേട്ടോ. വേര് പിടിച്ച് ചെടിയൊക്കെ നല്ല ഉഷാറായിട്ടുണ്ടെന്ന് തോന്നുമ്പം അത്യാവശ്യം ഇത്തിരി വെയിലൊക്കെ കിട്ടാവുന്ന ഏരിയയിലേക്ക് മാറ്റി വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ശ്രദ്ധ എന്ന് പറയണത്. പിന്നെ ഇതിൻ്റെ ഇലകളൊക്കെ ഇങ്ങനെ വളരെ സെൻസിറ്റീവാണ്, നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒടിഞ്ഞു പോകും. ഇത് ഞാൻ ഉണ്ടാക്കിയ പോട്ട്സ് ആട്ടോ, ഇൻഡോർ പോട്ട്സ്, വൈറ്റ് സിമെൻറ്റ് വെച്ചുണ്ടാക്കിയതാണ്. അപ്പോൾ അതിൽ ഞാൻ വെള്ളം ഒഴിച്ചിട്ടാണ് ഈ ചെടികൾ നട്ടിട്ടുള്ളത്. ഹോൾ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതും കണ്ട, ഇപ്പോൾ ഈ റിയോ പ്ലാന്റും ഞാനിതിലൊരു ചെറിയ ചട്ടിയിൽ നട്ടിട്ടുള്ളതാണ്. കണ്ട, അതിൽ വേര് വന്ന് ആ ചട്ടിയുടെ ഷേപ്പ് തന്നെ ആയിട്ട് നിൽക്കുകയാണ്. അതിൽ വെള്ളമാണ്. അപ്പോൾ അത് അങ്ങനെ തന്നെ നിന്നോളും. കൂടുതൽ വളർച്ച ഉണ്ടാവില്ല എന്ന് മാത്രം നമ്മൾ വെള്ളത്തിൽ വെക്കുന്ന ചെടികൾക്ക്. പക്ഷെ ഒരു കുഴപ്പമില്ലാണ്ട് ഫ്രഷായിട്ട് എന്നും അങ്ങനെ തന്നെ നിൽക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.